വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കടലക്കറിയാണ്. നല്ല പുട്ടും അപ്പവും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ യമ്മി കടലക്കറിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് വേണം, കറിവേപ്പില വേണം, അതേപോലെ തന്നെ സവോള വേണം, തക്കാളി വേണം. പിന്നെ ഇവിടെ ഞാൻ ഓൾറെഡി കടല വേവിച്ചെടുത്തിട്ടുണ്ട്. കടല വേവിക്കുന്ന സമയത്ത് ഞാൻ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ മഞ്ഞൾ പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. ആദ്യം തന്നെ ഇവിടെ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത് നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വഴണ്ടിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകവും കുരുമുളകും കൂടി ചതച്ചതാണ്. നന്നായിട്ട് ഒരു നല്ല പൊടി, അത്യാവശ്യം ഒരുപാട് പൊടിച്ചിട്ടുമില്ല, എന്നാലും അത്യാവശ്യം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ജസ്റ്റ് ഒരു തിള വരുമ്പോൾ വേണം നമുക്കിതിലേക്ക് കടല ഇട്ട് കൊടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇങ്ങനെ തിള വരുമ്പോൾ നമുക്ക് കടല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ആവശ്യത്തിന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കടല എടുത്ത് ജാറിനകത്ത് ഇട്ടിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആവണ്ട, എന്നാലും നമുക്കിത് കറിക്ക് നന്നായിട്ട് ഇച്ചിരി ഗ്രേവി തിക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ, കറിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കറിക്ക് നല്ല തിക്കൻസ് കിട്ടും. നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു ബെസ്റ്റ് ഐഡിയ ആണ് കേട്ടോ. ഇങ്ങനെ കടലെടുത്ത് നന്നായിട്ടൊന്ന് അരച്ച് ഇതിലേക്ക് കറിയിലേക്ക് ചേർക്കുകയാണെങ്കിൽ നല്ല അടിപൊളി തിക്ക് കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. നിങ്ങൾക്ക് ഇനിയും ഗ്രേവി വെള്ളം ഒത്തിരി കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ തന്നെ, അതായത് അടുത്ത ബോയിൽ തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് ഇപ്പോൾ തിക്കായിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ എൻ്റെ അടുത്ത റെസിപ്പി നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.